കൃഷ്ണപുരം രാജ്യത്തെ രാജാവിൻ്റെ മകനായ രാജകുമാരനും മന്ത്രിയുടെ മകനായ മന്ത്രികുമാരനും കൂടി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചും പല കഥകൾ പറഞ്ഞും കുതിരസവാരി നടത്തിയും അമ്പും വില്ലും തൊടുത്തു വിട്ടു കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് രാജകുമാരന് ഒരാശ തോന്നിയത്. മന്ത്രികുമാര, നമുക്കിവിടം കളിച്ചു മടുത്തു. നമുക്കൊന്ന് കാട് ചുറ്റാൻ പോയാലോ? കാട് ചുറ്റാനോ? അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ കുതിരകളുമായല്ലേ പോകുന്നത്. കൊട്ടാരത്തിലെ കുതിരകൾ നമ്മളെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നമുക്ക് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട് മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യാം. എന്നാലും ഒരെന്നാലുമില്ല. വാ, നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് സമ്മതം ചോദിക്കാം. അവർ രണ്ടുപേരും രാജസന്നിധിയിലെത്തി. രാജകുമാരൻ രാജാവിനെ വണങ്ങി. എന്താ മകനെ? പിതാവേ, എനിക്കും മന്ത്രികുമാരനും ഒരു ആശ. ആഹാ, ആശയോ? എന്താണ് ആ ആശ? പറയൂ, നാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വനത്തിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട് പ്രഭു. അങ്ങ് സമ്മതിച്ചാലും. ആരെവിടെ? പറഞ്ഞാലും പ്രഭു. നമ്മുടെ മന്ത്രിയെ നാം കാണാൻ ആഗ്രഹിക്കുന്നു. അറിയിച്ചാലും. ഉത്തരവ്. ഭടന്മാർ അറിയിച്ചത് പ്രകാരം മന്ത്രി വന്നു. മന്ത്രി രാജാവിനെ വണങ്ങി. എന്താണാവോ അങ്ങൊന്ന് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, നമ്മുടെ കുമാരന്മാർക്ക് കാട്ടിൽ പോകാൻ ആഗ്രഹം. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? പ്രഭു, കഴിഞ്ഞ തവണ തന്നെ അങ്ങ് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പോരാത്തതിന് വലിയ ജന്തുക്കളും വൻ നദികളും വിഷപ്പാമ്പുകളും ഉള്ളതല്ലേ. അവ നമ്മുടെ മക്കളെ ആക്രമിക്കില്ലേ പ്രഭു? ഒരു നിമിഷം രാജാവ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് കുമാരന്മാരോടായി പറഞ്ഞു, മന്ത്രി പറഞ്ഞതാണ് ശരി. നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്താ? നിരാശരായി കുമാരന്മാർ രാജസന്നിധിയിൽ നിന്നും പുറത്തു കടന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ദിവസം 2 പേരും ആരും അറിയാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജസന്നിധിയിൽ ഒരു ഭടൻ ചെന്ന് പറഞ്ഞു, പ്രഭു, കുമാരന്മാരെ കാണുന്നില്ല. എന്ത്? കുമാരന്മാരെ കാണുന്നില്ലെന്നോ? ഉദ്യാനത്തിലും തോട്ടത്തിലും നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെയൊന്നും കുമാരന്മാരെ കാണുന്നില്ല. രാജാവും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി. 2 പേരും എന്തോ സംസാരിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ആരെവിടെ? കൽപ്പിച്ചാലും. നമ്മുടെ കുമാരന്മാർ വനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുക. എവിടെ കണ്ടെത്തിയാലും ആ പ്രയാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. ഉത്തരവ്.
ഈ സമയം കുമാരന്മാർ പല ഉല്ലാസ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. രണ്ടാളുടെ വശങ്ങളിലും അവരവരുടെ ഭാണ്ഡങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പഴങ്ങൾ പറിച്ചു തിന്നും കാഴ്ചകൾ കണ്ടും യാത്ര തുടർന്നു. നമ്മുടെ ഈ യാത്ര നമ്മുടെ പിതാക്കൾ അറിയാതെയാണ് രാജകുമാര. ദൈവകോപം ഉണ്ടാകും. നമുക്ക് ചുറ്റും കാടാണ്. സമയമേറെ ഇരുട്ടി തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ? അത് കഴിയില്ല. നമുക്ക് മടങ്ങാൻ തീരെ കഴിയാത്തത്ര ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ആ കാണുന്ന അരുവിയിൽ നിന്ന് കൈയും മുഖവും എല്ലാം കഴുകി വിശ്രമിക്കാം. എന്നിട്ട് വെളുപ്പിന് മടങ്ങാം. അവർ കുതിരകളെ പാറയോടടുത്തുള്ള മരത്തിൽ ബന്ധിച്ചു തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും അംഗശുദ്ധി വരുത്തി. കയ്യിലുള്ള ഭാണ്ഡവുമായി പാറയുടെ മുകളിൽ കയറി ഭാണ്ഡം അഴിച്ച് ഭക്ഷണം കഴിച്ചു. ആകാശത്തേക്ക് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി രാജകുമാരൻ ചോദിച്ചു, ഇപ്പോൾ നേരം എന്തായിട്ടുണ്ടാകും? പാതിരയോടടുത്തായി. പൂർണ്ണചന്ദ്രനെ മേലെ കണ്ടില്ലേ രാജകുമാര? നമുക്ക് കൊട്ടാരം വിട്ട് വരേണ്ടിയിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ കാണാഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. മന്ത്രികുമാരൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിക്കിടന്നു. അങ്ങനെ അരുവിയിലെ കളകള ശബ്ദവും ചില ജീവികളുടെ നേരിയ ശബ്ദവും കേട്ട് അവ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് അരുവിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത് കേട്ട മന്ത്രികുമാരൻ ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു സിംഹം അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇത് കണ്ട മന്ത്രികുമാരൻ രാജകുമാരനെ രക്ഷിക്കണം എന്ന് കരുതി രാജകുമാരനെ ഒച്ചയുണ്ടാക്കാതെ തട്ടി വിളിച്ചു. കുമാരൻ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ആ കാണുന്ന മരത്തിന് മുകളിൽ ശബ്ദമുണ്ടാക്കാതെ കയറിയിരിക്കുക. വേഗം ചെല്ലു. രാജകുമാരന് മന്ത്രികുമാരനെ വിശ്വാസമായിരുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. മന്ത്രികുമാരൻ അവിടെ ആ പാറപ്പുറത്ത് ചത്തതുപോലെ മലർന്നു കിടന്നു. അവന്റെ അടുക്കലെത്തിയ സിംഹം അവനെ മണപ്പിച്ചു നോക്കി. ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ കിടന്ന മന്ത്രികുമാരൻ ചത്തെന്ന് കരുതി സിംഹം മടങ്ങിപ്പോയി. ആ കാട്ടിലെ മൃഗങ്ങൾ ശവം ഭക്ഷിക്കാറില്ലത്രേ. സിംഹം പോയെന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങിയ രാജകുമാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, മന്ത്രികുമാര, നിനക്ക് എവിടെ നിന്നും ഇത്രയും ധൈര്യം കിട്ടി? നന്ദിയുണ്ട് കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. പെട്ടെന്ന് കുളമ്പടി ശബ്ദം കേട്ടു. കുമാരന്മാരെ കണ്ടതിൽ ഭടന്മാർക്ക് സന്തോഷമായി. അവരെയും കൊണ്ട് കൊട്ടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും കുമാരന്റെ ധീരതയെ പ്രശംസിക്കുകയും മന്ത്രികുമാരന് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ മന്ത്രികുമാരനെ രാജകുമാരന്റെ അംഗരക്ഷകനായി രാജാവ് നിയമിച്ചു. കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ, തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ.
പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നിൽ പാടം കൊയ്യാൻ പോരാമോ? പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നിൽ പാടം കൊയ്യാൻ പോരാമോ? നെഞ്ചോരം കൂട്ടായി നീ പിന്നാരം മൂളൂലേ, ചെഞ്ചോര ചുണ്ടാൽ നീ കുന്നെല്ലാം തിന്നൂലേ. മുത്തല്ലേ തത്തമ്മേ വന്നാട്ടെ, ആരോടും മിണ്ടാതെ പോവല്ലേ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞി കയ്യിൽ വായോ തത്തമ്മേ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞി കയ്യിൽ വായോ തത്തമ്മേ. കരുനീല കൺമഷിയിട്ടത് ആരാ തത്തമ്മേ, എൻ വാഴക്കയ്യിൽ പാറി വായോ തത്തമ്മേ. എന്നോട് ഇഷ്ടം കൂടാൻ പോന്നാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞി കയ്യിൽ വായോ തത്തമ്മേ. പ്രഭു, എന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സന്ദേശം വന്നിരിക്കുന്നു. എനിക്ക് 2-3 ദിവസം അവിടെ വരെ പോകാനുള്ള അനുവാദം അങ്ങൊന്ന് നൽകണം. വേഗം പോയി വരൂ മന്ത്രി. ഒരു ഭടനെയും കൂട്ടിക്കൊള്ളൂ. കുതിരവണ്ടി ഞാൻ ഏർപ്പാടാക്കാൻ പറയാം. മന്ത്രി കുതിരവണ്ടിയിൽ നാട്ടിലേക്ക് പോയി. മന്ത്രി നാട്ടിലേക്ക് പോയതോടുകൂടി രാജാവ് ഒറ്റയ്ക്കായി. ചെക്ക്. ഇനി മന്ത്രി കളിക്കൂ. കാണട്ടെ മിടുക്ക്. മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ചതുരംഗം കളിച്ചു, രാജ്യകാര്യങ്ങൾ സംസാരിച്ചു. രാജാവ് സമയം പോയത് അറിഞ്ഞിരുന്നില്ല. രാജാവ് ഉറങ്ങാൻ കിടന്നു, പക്ഷേ ഉറക്കം മാത്രം വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി, മന്ത്രി വന്നില്ല. രാജാവ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഒരു ദിവസം സഹികെട്ട് രാജാവ് കൊട്ടാരത്തിനുള്ളിലൂടെ നടക്കാനിറങ്ങി. അങ്ങുന്നെന്താ ഈ സമയത്ത്? സമയം ഒരുപാടായല്ലോ, ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഖജാൻജി. എന്തു പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? ആ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിദ്യകൾ പറഞ്ഞു തരുമായിരുന്നു. എനിക്കൊരു വിദ്യ തോന്നുന്നു. എന്താണ്? വേഗം പറയൂ. ഇത് ഞാൻ രാജകീയ നിധികൾ മിനുക്കിയെടുക്കുന്ന തുണിയാണ്. ഈ തുണി കൊണ്ട് നിധി വൃത്തിയാക്കുമ്പോഴെല്ലാം ഞാൻ മയങ്ങിപ്പോകും. ആണോ? എന്നാൽ ആ തുണി ഇനി എനിക്ക് തരൂ, ഞാൻ ചെയ്തു നോക്കട്ടെ. പക്ഷെ പ്രഭു, ആരെങ്കിലും കണ്ടാൽ? രാജാവായ ഞാനല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങ് തരൂ, ഇനി ഞാൻ വൃത്തിയാക്കാം. ഖജാൻജി തുണി രാജാവിന് കൈമാറി. രാജാവ് ഖജാൻജിയുടെ കൂടെ തുണിയെടുത്ത് നിധി മിനുക്കാൻ തുടങ്ങി. താമസിയാതെ നാണയങ്ങൾ തിളങ്ങി, വജ്രങ്ങൾ തിളങ്ങി, നീലക്കല്ലുകൾ തിളങ്ങി. രാജാവ് അതെല്ലാം മിനുക്കി. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്ക് ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? എനിക്ക് വന്നില്ലല്ലോ. ആ ശരി ശരി, പോയി കിടന്നോളൂ. തന്റെ ജോലി പൂർത്തിയാക്കിയതിന് ഖജാൻജി രാജാവിനോട് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ഒരു സ്വാദിഷ്ടമായ ഗന്ധം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്, ഒരു പക്ഷേ സ്വാദിഷ്ടമായ ലഘുഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ പാചകക്കാരന് നമ്മെ ഉറങ്ങാൻ സഹായിക്കാൻ പറ്റുമായിരിക്കും. രാജാവ് വേഗം കൊട്ടാര അടുക്കളയിലേക്ക് പോയി. കൊട്ടാരം അടുക്കളയിൽ പാചകക്കാരൻ അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ ഈ സമയത്ത് അടുക്കളയും? സമയം ഒരുപാടായല്ലോ, ഉറങ്ങിയില്ലേ? അതോ അങ്ങേക്ക് വിശക്കുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല. അതെന്ത് പറ്റി? അറിയില്ല, 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസവും ഉറങ്ങാറ്? ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ? ഇത്ര ഉള്ളോ കാര്യം? അതിനൊരു വിദ്യ എന്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്ന എല്ലാ രാത്രിയിലും എനിക്ക് ഉറക്കം വേഗം വരുന്നുണ്ട്. അതിനാൽ അന്നും ഇതുപോലെ മാവ് കുഴച്ചു നോക്കും, ഉറക്കം പെട്ടെന്ന് വരും. ഇത് കേട്ട് രാജാവിന് സന്തോഷമായി. തന്റെ തൊട്ടു മുന്നിൽ ഒരു മാവ് കൂമ്പാരമായി ഒരുങ്ങുകയും ചെയ്തു. രാജാവും പാചകക്കാരന്റെ കൂടെ മാവ് കുഴയ്ക്കാൻ തുടങ്ങി.
അതുകൊണ്ട് തന്നെ പാചകക്കാരന്റെ പണി പെട്ടെന്ന് തീർന്നു. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്കും ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? ആ ശരി ശരി, പോയി കിടന്നോ. മാവുണ്ടാക്കിയതിന് പാചകക്കാരൻ രാജാവിനോട് നന്ദി പറഞ്ഞു ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വരാത്തതിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അവസാനം രാജാവ് സങ്കടത്തോടെ കട്ടിലിൽ വന്ന് കിടന്നു. കിടന്നതും നമ്മുടെ ഉറക്കമില്ലാത്ത രാജാവ് ഉറങ്ങിപ്പോയി. എങ്ങനെയെന്നല്ലേ? ദിവസം മുഴുവൻ ജോലിയില്ലാത്തതിനാൽ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കൊട്ടാരത്തിലെ എല്ലാവർക്കും ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും രാജാവ് തന്റെ ആളുകളുടെ ചില ജോലികൾ ചെയ്തപ്പോൾ താനേ ക്ഷീണിതനായി കിടക്കയിൽ കിടന്നയുടനെ ഉറങ്ങിപ്പോയി. കഠിനാധ്വാനം നിറഞ്ഞ ഒരു ദിവസത്തിൽ നിന്നാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നത്. ഓല
കളിക്കാനും പോകാം. എനിക്കിനി കുറച്ച് ലഡു കഴിക്കണം. നിനക്ക് ഏതു നേരവും ഈ ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഫുഡ് ബോയ്, ഭക്ഷണം കഴിക്കുന്നത് എന്താ ഇത്ര മോശം പരിപാടിയാണോ? ഹേയ്, അങ്ങനെയല്ല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ സീരിയസ് ആവാതെ. അതെ, ടോമി പറഞ്ഞതിലും കാര്യമുണ്ട്. അതത്ര മോശം പരിപാടിയൊന്നുമല്ല. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ശരി ശരി, നമുക്ക് വേഗം പോയിട്ട് ലഡു കഴിക്കാനുള്ളതാ. ഞാനൊരു തമാശ പറഞ്ഞതാടോ, അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നിനക്ക് അവനെ അറിയുന്നതല്ലേ, അവൻ പണ്ടേ. നിൽക്ക് നിൽക്ക്, വേണ്ട, ഒരു 100 രൂപ നിലത്ത് വീണ് കിടക്കുന്നു. എവിടെ നോക്കട്ടെ? ശരിക്കും നോക്കിയോ? ചിലപ്പോൾ അത് കള്ളനോട്ട് വല്ലതുമായിരിക്കും. ഇത് കള്ളനോട്ടൊന്നുമല്ല. ഇന്ന് തന്നെ ഇത് ഞാൻ ആർക്കും തരില്ല. ഇത് എനിക്ക് വേണം. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ കൂടെ വന്നപ്പോഴല്ലേ നിനക്കിത് കിട്ടിയത്. അപ്പോ അതിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ വേണം. നമുക്കിത് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാം. ഇല്ല, പറ്റില്ല, എനിക്ക് തന്നെ വേണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പങ്കിട്ടെടുക്കണം. ഇല്ല, ഞാൻ തരില്ല. ഞാനാണ് ആദ്യം കണ്ടത്. അത് നീ മുന്നിൽ നടന്നത് കൊണ്ടല്ലേ. ഞാനായിരുന്നു മുന്നിൽ നടക്കുന്നതെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ഓ, മതി മതി, രണ്ടാളും ഇനി അതിന്റെ പേരിൽ വഴക്കിടല്ലേ. എന്തായാലും നമ്മൾ മറ്റൊരാളുടെ പൈസ എടുക്കുന്നത് ശരിയല്ല. അതെ അതെ, ഞാൻ അതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അലക്സ് പറഞ്ഞതാണ് ശരി. ഈ പണം നഷ്ടപ്പെട്ട ആൾ എത്ര വിഷമിക്കുന്നുണ്ടാകും, പാവം. അലക്സ് പറഞ്ഞതാണ് ശരി. നമുക്ക് ഈ പണം ആവശ്യമില്ല. അതെ, നമ്മളിതെടുക്കില്ല. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് അത് തിരികെ നൽകണം. പക്ഷേ എങ്ങനെ? യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അവർ തങ്ങളുടെ പണം തേടി ഈ വഴിയിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതും ശരിയാണ്. അവരെ കണ്ടെത്തിയാൽ പിന്നെ ഈ പണം അവർക്ക് നേരിട്ട് നൽകാം. എന്നാൽ സമയം കളയണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ പോയി നോക്കാം. വേഗം വാ. അങ്ങോട്ട് നോക്ക്, അവിടെ ഒരാൾ എന്തോ തിരയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തു പറ്റി? ചേട്ടൻ എന്താ തിരയുന്നത്? എന്റെ പണം കാണുന്നില്ല. എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ളതായിരുന്നു. ഇവിടെ എവിടെയോ വീണു പോയി. ചേട്ടൻ വിഷമിക്കണ്ട, ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ. ഓ എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് കുട്ടികളെ. ഇനി എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാലോ. സന്തോഷമായി. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. കണ്ടെത്താനായതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നന്ദിയുണ്ട് കുട്ടികളെ. നിങ്ങൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങളെ 3 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പിന്നെ ഞങ്ങൾ ഫോട്ടോപ്പയിലെ പിള്ളേരുടെ കടമയല്ലേ? അതെ, ഫോട്ടോപ്പയിലെ പിള്ളേര് പൊളിയല്ലേ.